ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഇൻട്രോ പറഞ്ഞിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി വളരെ സിമ്പിളാണ്. നമ്മുടെ എൻഡവറിൻ്റെ ബാറ്ററി പോയി, അത് മാറണം. പിന്നെ അത് കൂടാതെ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ കുഴൽക്കിണർ ഓണാക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ മേലിലേക്ക് കുഴൽക്കിണറിലെ വെള്ളം വീണ് നമ്മുടെ വണ്ടി ഫുള്ള് നശിച്ചു. ഇത് കണ്ടോ, ഇതേപോലെയാണ് കുഴൽക്കിണറിലെ വെള്ളം വീണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഇതൊന്ന് നമ്മൾ എന്തിനു കൊടുക്കാൻ പോവാണ്? യെസ്, നമ്മൾ മറ്റേ സാധനം ആക്കുന്നുണ്ടോ? എനിക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ മറ്റേ സാധനം പോളിഷ് ചെയ്ത് ഇത് റെഡിയാക്കാൻ വേണ്ടി പോവാണ് നമ്മൾ നമ്മുടെ വണ്ടി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊണ്ടുപോകാനുള്ള പരിപാടിയും സംഭവങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അണ്ണാ പറഞ്ഞേ, ഞങ്ങളിവിടുന്ന് ഇറങ്ങി എന്നാ അന്ന് ഇരുട്ടി നിന്നോ, എനിക്ക് വണ്ടിയുടെ ബാറ്ററി ഒന്ന് മാറണം. ഓക്കെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ ഒരു ചെറുക്കൻ ഇവിടെയുണ്ട്. ബാക്കി 2 ചെറുക്കന്മാർ നമ്മുടെ കൂട്ടുകാരെടുത്താണുള്ളത്. അപ്പോൾ അവരുടെ അടുത്തോട്ടാണ് നമ്മളിത് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അതെ, വാ തുറന്നോ. ബാറ്ററി മാറണം. ടീച്ചറെ പച്ച ബാറ്ററി എടുത്ത് നോക്ക്. അതായത് ഇത് പഴയ ഓമിനിയുടെ ബാറ്ററി കേട്ടോ. ഇതും ഈ ബാറ്ററി കൊണ്ട് കൊടുക്കാൻ അത്യാവശ്യം പൈസ ഡിസ്കൗണ്ട് കിട്ടും. 1000-1500 കിട്ടണം. 1000 കിട്ടൂലേ? ഗൈസ് നോക്കൂ, പിന്നെ വേറെ കേസ് ഞാൻ പറയാം. അതായത് നമ്മുടെ വണ്ടി പകുതിയും ഒക്കെ ഒന്നും ഇവിടെ ഇല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. ഗൈസ് നമ്മുടെ അടുത്ത് അത്യാവശ്യം കുറച്ച് വണ്ടിയുണ്ട്, പക്ഷേ ഇവിടെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. അങ്ങനെ കൊണ്ടുവരാത്തതുകൊണ്ട് പല സ്ഥലത്താണ് കിടക്കുന്നത്. ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് 2 വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. പിന്നെ എറണാകുളത്ത് കിടപ്പുണ്ട്. വരുന്നോ? അതിന് സ്കൂളിൽ കൊണ്ടുണ്ടേ? ഞാൻ പോയിട്ട് വരാം. ഞാൻ തുറന്നു. അടച്ചേ, അത് തുറന്നിട്ട് അടയ്ക്കുക. ഗൈസ്, ആ സാധനം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു നോക്കി. ഗ്ലാസ് മൊത്തം പാടായി. അറിഞ്ഞിട്ടില്ല തുറന്നടയ്ക്ക. പൊക്കട്ട് തുറന്നടയ്ക്ക. എന്നാ അമ്മയ്ക്ക? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞങ്ങളുടെ അടുത്ത് എന്ത് കാര്യത്തിനും വരണം. അതാണ് ആശാന്റെ മെയിൻ പ്രശ്നം. അമ്മേ, അടച്ചോടാ. അതിന് സ്കൂളിൽ വിടണ. പോട്ടെ പോണ്ട, കേറ. പോവാം. ഫൈനലി നമ്മളങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ വഴിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാത്രിയിലൊന്നും ഈ പാടുള്ളതുകൊണ്ട് ഗ്ലാസ് കാണേല് ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു പാട്, അതായത് വണ്ടിയിൽ കുഴൽക്കിണറിന്റെ വെള്ളം വീണ് പാടുണ്ടായതാണ്. ഇപ്പൊ മൊത്തത്തിലൊരു പാടായി. ഇനി ജീവിതത്തിൽ ഈ പണിക്ക് നിൽക്കത്തില്ല കേട്ടോ. ഒരു വലിയ പണിയെ 1.5 ദിവസം വേണമെന്ന് പറഞ്ഞ് മൊത്തം ശരിയാക്കി എടുക്കണം. അതായത് ഇന്നിപ്പോ ഇത് കൊണ്ടുവച്ചിട്ട് അവിടുന്ന് വേറെ കൊറോളയോ അക്കോഡോ ഏതെങ്കിലും ഒന്ന് എടുത്തോണ്ട് വരണം. എന്നിട്ട് വേണം പിന്നീട് ഇത് എടുക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അല്ലടാ ലിബിനെ? അതെ, അതേപോലെ തന്നെ നമുക്ക് ആ 2 വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് നമ്മളെ കാണാൻ ഇതൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ ഉണ്ടാകും. കാരണം ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഇനിയിപ്പം കോടതിയിലോ അതുപോലെ തന്നെ ഇനി മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇനി അവിടെ ഹാജരാകുകയോ സംഭവങ്ങളൊന്നും വേണ്ട കാര്യമില്ല. ഇനിയിപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാം. പിന്നെ അത് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞായിരുന്നു നമ്മളൊരു ബസ് എടുക്കും എന്നുള്ളത്. നമ്മളൊരു ബസ് എടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു 3-4 മാസത്തിനുള്ളിൽ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പം മഴയൊക്കെ ആയിട്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് വണ്ടി ഇടാനുള്ള സ്ഥലവും കൂടെ വേണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വർക്ക്ഷോപ്പും തുടങ്ങണം. അപ്പം ഇതിനുള്ള എല്ലാ പരിപാടികളും ചെയ്യണം. അതിനിടയ്ക്ക് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു വണ്ടി കിട്ടിയാൽ നമ്മൾ എടുക്കുകയും ചെയ്യും. അതിൻ്റെ ഉള്ളില് നമുക്ക് വിചാരിച്ച പോലെ ഉദ്ദേശിച്ച ഞങ്ങളൊരു റേറ്റ് ഞങ്ങളുടെ ഒരു ഇതില് ഒരു സെഡോണ് കിട്ടുവാണ് ഞങ്ങൾ എടുക്കും. ഞങ്ങൾ സെഡോൺ ആണ് നോക്കുന്നത്. സെഡോൺ ആണോ ചോദിച്ചേട്ടാ? സെഡോൺ എന്നാണ് പറയുന്നത്. എങ്ങനെയാന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. അപ്പം എന്താണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നമ്മള് പിന്നെ എന്താണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് വെച്ചാണ്. പക്ഷെ എന്തായാലും പിന്നെ ഒന്ന് എന്താണെന്നൊന്ന് അറിയണം. കാരണം ആരോട് ചോദിച്ചാലും ഇത് നഷ്ടമോ എല്ലാവരുടെ അടുത്ത് ഓരോ കൊല്ലത്തിൽ അല്ല, ഞാൻ ആരോട് ചോദിച്ചാലും നഷ്ടം. പക്ഷെ അവർക്കെല്ലാം പുത്തൻ വണ്ടി വരുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയണം. എന്നിട്ട് ഞാൻ നിങ്ങളോട് യാഥാർത്ഥ്യം പറയും, ഇതിൻ്റെ അകത്ത് വല്ലതും കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്പുറത്താണ് വണ്ടി എടുക്കുന്നത്. നോക്കൂ, ഞങ്ങൾ 3 പേരങ്ങനെ പോവാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇത് പോളിഷ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൂടാതെ ബാറ്ററി മാറണം.
എന്താണെന്നറിയില്ല, ഇതിന്റെ ബാറ്ററി ക്രാങ്ക് ചെയ്തെടുക്കുന്നില്ല. അപ്പൊ ആ ബാറ്ററി അങ്ങ് മാറിയേക്കാം. ബാറ്ററി 2019 ബാറ്ററി അല്ലേ, ഏകദേശം തീർന്നത്. പിന്നെ അത് മാത്രമല്ലടാ, പിന്നെ ഇത് നമ്മൾ ചാർജിങ്ങിന് ഇട്ട് നോക്കി, നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്ന സംവിധാനം അത് ചെയ്ത് നോക്കി, എന്നിട്ടും ഒരു കാര്യമില്ല. എന്തായാലും നമുക്കിത് മാറ്റിയേക്കാം, ഞങ്ങളുടെ പഴയ ബാറ്ററിയും പുതിയ ബാറ്ററിയൊക്കെ വെച്ച്. അങ്ങനെ ബാറ്ററി മാറാനായി എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അങ്ങനെ ഫൈനലി ആമറോൺ, ഇരട്ടി ആമറോണിൽ എത്തിച്ചു. അപ്പം നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ആമറോണിന്റെ റെഡ് ടിന്ന് ബാറ്ററി 65 നല്ല വില കുറയ്ക്കും. അത്യാവശ്യം നല്ല പൈസ കിട്ടി. ഇരട്ടിയിലാട്ടോ. പിന്നെ എന്ത് കൂടുതൽ കമന്റ് വരാൻ സാധ്യത ബാറ്ററി എന്നുള്ളൊരു സംശയം നമുക്ക് ഈ ചേട്ടനോട്. ചേട്ടാ ബാറ്ററി ആണോ ചേട്ടാ ശരിക്കും? ബാറ്ററി അല്ലേ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പോണ്ടേ നമുക്ക്? ഗൈസ് നോക്കൂ, അണ്ണൻ ഇരട്ടിയിൽ സാധനം എടുക്കേണ്ടി വന്നിട്ടോ. അപ്പൊ അണ്ണൻ അപ്പോൾ അവിടെ വെച്ച് കണ്ടു. അണ്ണ നോക്കിയത് എന്തോരം ഉണ്ടെന്ന് നോക്കി, എന്തോരം അപ്പുറത്തെ സൈഡ് നോക്കിയെന്ന് വെറുതെ വീട് അത്യാവശ്യം ഉണ്ട്. ഒറ്റ സ്ഥലമേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്പ്രിംഗ്ലറിൽ നിന്ന് ഇതടിച്ചാ. അത് തന്നെ, സ്പ്രിംഗ്ലറിൽ നിന്ന് അടിച്ചാ. ഡേ ആണല്ലേ ഗൈസ്, അത്യാവശ്യം പരിപാടി ഉണ്ട് കേട്ടോ. ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൊള്ളക്കിണറിൻ്റെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചല്ല. എന്തായാലും ഇറ്റ് ഈസ് വെരി അമേസിങ് ഗൈസ്. അണ്ണൻ അങ്ങോട്ടാ പാണ്ഡിത്തൂര്. എന്നെ ഇവിടെ പരിപാടി? കീ ഇല്ലാതെ ഗീർ വീഴൂല. ആ എന്നാ വണ്ടി ഓഫ് ആക്കണമെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞ എന്നാന്ന് പറ. ആ കീ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്യട്ടെ. ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്ക, ചവിട്ട. ആ പൊളിക്കല്ലേടോ. ആ ഞെക്ക. ആ ഗൈസ്, ഇതിനങ്ങനെ പ്രശ്നമുണ്ടോ? കീ ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ കീലെസ് വണ്ടികളൊക്കെ അതിലെന്നൊക്കെ ഞാൻ ഇതെടുത്തതിന് ശേഷം അറിയുന്നത്. എന്താ അവൻ്റെ ഒരു ആദിത്യം. ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയാണ് നടന്നു വരുന്ന പോലെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഒരു മിനി ഡിഫൻഡറാണ് ഈ എൻഡവർ. നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കി വരുന്നതിന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കമ്പനി ഇവിടുന്ന് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇവനെ എനിക്ക് കൊടുക്കാൻ ഒരു മനസ്സുമില്ല. പിന്നെ നമ്മളിനി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, 6-7 മാസങ്ങൾ കഴിഞ്ഞ് അതിന് വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് കൊടുക്കുന്ന കേട്ടോ. എന്തായാലും ബാറ്ററി മാറിയേക്കാം. ബാറ്ററി മാറുമ്പം തന്നെ എന്താ പറയുക, നമ്മുടെ വണ്ടിയുടെ ആ ബാറ്ററി സംബന്ധമുള്ള കാര്യങ്ങൾ കഴിഞ്ഞില്ല. ഇതൊക്കെ എന്ത് സംഭവം അപ്പം തന്നെ മാറ്റിയേക്കാം. പിന്നെ ഓവർ വെച്ചോണ്ടൊന്നും ഓടിച്ചാക്കരുത് കേട്ടോ. എൻഡവർ പോലെയുള്ള വണ്ടികൾക്ക് അടിക്കണ്ട. ക്രാങ്കിങ് പവർ ഇല്ലെങ്കിൽ ഈ ബാറ്ററിക്ക് ചാർജ് ഉണ്ട്. ഇത് പച്ചയൊക്കെയാണ് കത്തി നിൽക്കുന്നത്. പക്ഷേ ക്രാങ്കിങ് പവർ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ ബാറ്ററികളൊക്കെ, അതായത് വണ്ടി എടുക്കുകയില്ല. സാധാരണ വണ്ടിക്ക് എത്ര ടെർമിനല്ല? 2 ടെർമിനൽ. ഈ ഒരു ടെർമിനലും വരും. പിന്നെ ഇവിടെ ഇങ്ങനെ ടെർമിനൽ, ഇതിന് മൊത്തം 4 ടെർമിനൽ. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇതാ ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കണക്ഷനൊക്കെ കാണുന്നത്. ഞാനും ഇത് ഊരണം, ഇത് ഇവിടുന്ന് ഇത് ലൂസാക്കണം, പിന്നെ ഇത് ഊരണം, ഇത് ഊരണം. ഇല്ല കിട്ടൂല. കിട്ടുമോ? അങ്ങനെ കിട്ടുമോ? ഇത് മറിയൂല. ഇപ്പം ടൈറ്റായിട്ട് ഇരിക്കുക. ഞാനിപ്പം ചാർജ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതല്ല. ഇനി ചേട്ടൻ്റെ ഐഡിയ ചെയ്തോട്ടെ. ഞാൻ ചെയ്തതിന് തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ. ഞാൻ എൻ്റെ ആ ഒരു കഴിവിലാണ് ഞാനത് ചെയ്തു നോക്കിയത്. ബാക്കി ചേട്ടൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തു. മറ്റേ സാധനം കൺഫേം അല്ലേ? മറ്റൊന്ന് തുറന്ന് നോക്കി കണ്ടായിരുന്നോ? റെഡ് തുറന്നു നോക്കിയതല്ലോ. അല്ല, പ്രതീക്ഷയെല്ലാം മുകളിലോട്ട് പോവുക. അതാ എന്തിയെ? ആ ഭാഗ്യം. സ്ക്വയർ. ഇത് ആമറോണിൻ്റെ സബ് ബ്രാൻഡ് ആട്ടോ. അല്ലേ ചേട്ടാ? ആമറോണിൻ്റെ സബ് ബ്രാൻഡാണ് ഈ സാധനം. 5 വർഷം ടോട്ടൽ വാറണ്ടി ഉണ്ട്. എല്ലാം സെയിം തന്നെ. മറ്റേലും ഒരു ചെറിയ പ്രൈസ് ഡിഫറൻസ് ഇതിനുണ്ടെങ്കിലും ഇത് നല്ല കിട്ടുന്ന സാധനമാണ് ആമറോൺ റെഡിൽ. പക്ഷെ എല്ലാ മോഡലും വരുന്നില്ലല്ലോ, എല്ലാത്തിനും റെഡിൽ ഈ സാധനം വരുന്നില്ല കേട്ടോ. ചില സാധനത്തിനേ വരുന്നുള്ളൂ. നമ്മുടെ ആ കറുപ്പും പിന്നെ പച്ച ബാറ്ററി ഉണ്ട്, അതുമാണ് കൊടുക്കുന്നത്. യെസ്. എനിക്ക് ചെറിയ സാമ്പത്തിക ടൈറ്റ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലെ പഴയ ഇൻവേർട്ടർ ബാറ്ററിയും ബാക്കി കുറച്ച് വണ്ടികളുടെ ബാറ്ററി എല്ലാം കൂടെ പഴയത് കൊടുത്തു. എനിക്ക് 18,000 രൂപ കിട്ടി കേട്ടോ. 18,000 രൂപ. എൻ്റെ പൊന്നെ, ഞാൻ ഞെട്ടിപ്പോയി. ബാറ്ററിക്കും ഇത്ര പവർ വന്നു. ഇതാ പറയണം, ഇതും കൂടെ കൊടുക്കാറുണ്ട്. ഇത് ഇവിടെ എടുത്ത് കൊടുത്തേക്കാം. എൻ്റെ അമ്മേ, ഇതാ ഇവിടെ ചേട്ടേ, ചേട്ടേ ഇതൊന്ന് അതും വ്യത്യാസമില്ലടാ. നോക്കിയേ, സെയിം സാധനമാണ്. പക്ഷേ ഇത് പുതിയതും ഇത് പഴയ ഒറിജിനൽ ഫോർഡ്. ഒന്ന് വെച്ച് നോക്കിയാ ചേട്ടാ. സെയിം. ചെറിയൊരു ഹൈറ്റ് വ്യത്യാസം ഉണ്ടല്ലേ, ചെറുത്. അതിന് ഇച്ചിരി താഴ്ച ഉണ്ടെങ്കിൽ ഇത് ഏജ് എത്രയാണെന്ന് അറിയാൻ ചേട്ടാ ഒന്ന് വകുപ്പ്. ഇത് എത്ര ഏജ് ആണെന്ന് നോക്കിയേ ഈ കമ്പനിയുടെ. ഇതെത്രയാ? എന്തിയെ? 60 അല്ലേ? 60. ഇത് ഇച്ചിരി കൂടുതലുണ്ടല്ലേ? കുഴപ്പമില്ല, ചെറുത് കുഴപ്പമില്ല. അല്ല 60 ഉണ്ടോന്ന് ചോദിച്ചോട്ടെ. ഇന്നെ 60 ഉണ്ട്. 60 വെച്ചാൽ
അമറണ്ണാണ് ഇതിന് മതി. അതാണ് നല്ല കമ്പനി. മനസ്സിലായി, ഇതാണ് നല്ല കമ്പനി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ആ സൈസ് കുറവായിരിക്കും. ഓ ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി. എടാ ലിബിനെ ഒരു വലിയ സംഭവം തോന്നുന്നു നോർത്ത് ഇന്ത്യയിലെ വണ്ടി എന്തിയായിട്ട് സ്റ്റാർട്ടാകുന്നില്ല. പുത്തൻ ബാറ്ററി വെച്ചിട്ടാ. എന്നിട്ട് വണ്ടിയുടെ ഡാഷ്ബോർഡും എല്ലാ സാധനവും അഴിച്ചു. ലാസ്റ്റ് ഇതിന്റെ ഒറിജിനൽ ഓണർ വന്നിട്ട് നോക്കാൻ തന്നെ സംഭവം അറിയാമോ, ഇതിന്റെ ഈ സാധനം ഇല്ലേ ഇതോടുകൂടി പിന്നെ ഇത് ലെഡ് ടൈറ്റ് ആക്കി വെച്ചു. വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറഞ്ഞ് മൊത്തം അഴിച്ചു. ലാസ്റ്റ് നോക്കാനത് ഇതോടുകൂടി ടൈറ്റ് ചെയ്ത് വെച്ചു. അത് ഊരി കഴിഞ്ഞപ്പോൾ വണ്ടി ഇതായി, വണ്ടി മൊത്തം പ്രശ്നമായി. എന്തായാലും നമ്മളെല്ലാ കാര്യം ചെയ്യുന്നത് നോക്കണം കേട്ടോ, നാണമൊന്നും വിചാരിക്കരുത്. പയറ്റിൻ്റെ അടുത്ത് പയറ്റുവും വേണം കേട്ടോ. വണ്ടി സ്റ്റാർട്ടായി, ബാറ്ററി വെച്ചു, പുത്തൻ ബാറ്ററി. എന്നായിട്ട് ഇയാളൊന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ? ബാറ്ററി എല്ലാം കൊടുത്തു. 5 കൊല്ലം വാറണ്ടി ഉണ്ട്. പക്ഷെ മറ്റേതായിട്ട് ചെറിയൊരു ഹൈറ്റ് വ്യത്യാസമുണ്ട്, പക്ഷെ സൈസ് എല്ലാം കറക്റ്റാണ് കേട്ടോ. അത് 60ഉം ഇത് 65 കേട്ടോ. ഇത് 60 ഉള്ളൂ, പക്ഷെ അത് 65 ഉണ്ട്. സംഭവം സക്സസ് ആയി. ഇനി 8 കൊടുത്തു തരില്ല, നമ്മളിത് കൊണ്ടുപോകും ഗൈസ്. ഇതേപോലെ നമുക്ക് അടച്ചേക്കാം. പരിപാടി കഴിഞ്ഞു, പൈസ കൊടുക്കുന്നു, പോകുന്നു കേട്ടോ. ഗൈസ് ബാറ്ററി മേടിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നമ്പറിൽ വാറണ്ടി അടിച്ച് കയറ്റാൻ ശ്രമിക്കണം. അതായിരിക്കും എപ്പോഴും ഉത്തമം. ലിബിൻ അതിന് വേണ്ടി ഇരിക്കുന്ന മൊബൈൽ നമ്പറിൽ അതാണ് അമർ രാജ. ഫൈനലി നമ്മളങ്ങനെ ബാറ്ററിയും സംഭവങ്ങളൊക്കെ മാറി നമ്മൾ നേരെ കൂത്തുപറമ്പിന് പോവാണ്. കൂത്തുപറമ്പാണ് ഇനി നമുക്ക് വണ്ടി പോളിഷിനും പരിപാടി കൊടുക്കേണ്ടത്. നമ്മുടെ ചേട്ടനാണ് നേരത്തെ പോയത്. ലിബിൻ ആ ഇന്നോവയ്ക്ക് പോയിട്ടാ, ഞാനും ദിവിച്ചോണ്ട് ഈ വണ്ടിയിൽ. ഫൈനലി നമുക്ക് ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ എടുക്കും അവിടെ എത്തുമ്പോഴത്തേക്കും. അവിടെ എത്തി ബാക്കി നമ്മുടെ ചെറുക്കന്മാരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാൻ സുഹൃത്തുക്കളെ. അതല്ല അതിൻ്റെ ഒരു ഭംഗി, മനോഹാരിത. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ഷോപ്പിലെത്തി. അതായത് നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങളോട് പറയാത്തൊരു വണ്ടി ഇവിടെയുണ്ട്. അതാണ് നമ്മളുടെ ചെറുക്കൻ. നമ്മുടെ ചെറുക്കനോട് പണിയായിട്ടുണ്ട്. ഏകദേശം പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി പോളിഷിങ്, വണ്ടിയിൽ കുറച്ച് വർക്കുണ്ട്. ആദ്യം ഈ വണ്ടി നമ്മളങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഫിറ്റ്നസ് കഴിഞ്ഞു. അതായത് ഓൾറെഡി നിലവിലുണ്ടായിരുന്ന ഫിറ്റ്നസ് കഴിഞ്ഞ് 5 വർഷത്തെ ഫിറ്റ്നസ് എടുത്താണ്. അത് കഴിഞ്ഞ് അടുത്ത 5 വർഷത്തെ ഫിറ്റ്നസ് എടുക്കണം. അതായത് 2000 മോഡലല്ലേ ഇത്? 2000 മോഡല്. അതായത് ഇപ്പൊ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അല്ലതിന്റെ സീറ്റ് വർക്കും അതേപോലെ തന്നെ ഉള്ളിലത്തെ മറ്റേ സാധനങ്ങളില്ലേ, അതിനെ ഡോറിന്റെ പാടിന്റെ അവിടെയുള്ള സാധനങ്ങൾ എല്ലാം പോയി, എല്ലാം മാക്കണം ഗൈസ്. അതായത് അടുത്ത ദിവസം, അതായത് എൻ്റെ അവിടെ എടുക്കാൻ വേണ്ടി വരുന്ന ദിവസം നമ്മൾ നമ്മുടെ ഈ ചെറുക്കൻ്റെ സീറ്റ്, പിന്നെ അതുപോലെ ഈ സീറ്റ്, ഇതൊക്കെ പോയി പിന്നെ നമുക്ക് തലശ്ശേരി കുജിനി പോയി മേടിക്കണം. ലെവലാക്കി ഇനി കുറച്ചും കൂടെ പോളിഷും പരിപാടിയൊക്കെ. ഇതിപ്പോ ഇവിടെ കിടക്കാന്നുണ്ട് 1 മാസത്തിന് മേളിലായിട്ടോ. 2 മാസമായത് ചേട്ടാ? 2 മാസമായി. ഇതുണ്ട് മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇത് നമ്മുടെ അക്കോഡ്, ഇത് നമ്മുടെ കൊറോള. ഇനി ഇതല്ലാതെ വേറെയും കുറേ വണ്ടികൾ പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലിടാൻ സ്ഥല സൗകര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും നല്ല ഷെഡ് ഇതാണ്. അണ്ണേ പാണ്ടിത്തുരി അണ്ണേ എങ്ക വാങ്ങേ. അണ്ണൻ്റെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ആവുന്നുണ്ട്. ഈ മാസം അവസാനമാവും. അപ്പോൾ അതിനോടനുബന്ധപ്പെട്ട് നമുക്ക് എന്നാൽ ഈ മാസം അവസാനം ആവൂലേ? ഈ മാസം ലാസ്റ്റ്. ഇത് അണ്ണൻ്റെ ആദ്യത്തെ ഷോപ്പാണ്. അപ്പം അണ്ണനും നമ്മളുമാണ് ഗീവ് അവേ, നമ്മുടെ ആദ്യത്തെ ഗീവ് അവേ. അതെ കൈസ്, അണ്ണനാണ് കാർ കൊടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം 2 ദിവസം എടുക്കും അല്ലേ? ഏകദേശം 2 ദിവസം എടുക്കും. മൊത്തം പോളിഷ് ചെയ്ത് നമ്മുടെ അവിടുത്തെ വെള്ളത്തിന്റെ കറിയാണ്. ആ സാധനം ഒന്ന് പോളിഷ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കും. എന്തായിരിക്കും അയൺ കൂടുതലാണ്, അയൺ കണ്ടന്റ് കൂടുതലാണ് ഞങ്ങളുടെ വെള്ളത്തിന്. അതായത് നമ്മുടെ കുണക്കരുത് ആ വെള്ളത്തിന് അയൺ കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ അതാണ് ഈ സംഭവം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഗൈസ് നോക്കൂ, ഇത് നമ്മുടെ കൊറോള നല്ല വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടാണ്. ചേട്ടൻ ഇപ്പോൾ എത്ര മാസമായി? 1.5 മാസം. എത്ര മാസം ഇവിടെ കിടക്കുന്നു? 2 മാസം. 1.5 മാസമായിട്ട് ഇവിടെ ഏതാണ്ട് 1.5 മാസം ഈ കൊറോളയും ഈ അക്കോടും പിന്നെ അതുപോലെ ഓമിനിയും ഒക്കെ ഇവിടെ കിടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഈ മാസം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഓരോന്ന് എല്ലാം കൊടുക്കും കേട്ടോ. ഇത് കൊടുക്കും. പിന്നെ എൻഡവറും കൊടുക്കും. ഇതിനും കുറച്ച് പേര് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. ഏകദേശം ഇങ്ങനെ കച്ചവടം പോലെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻഡവറും കൊടുക്കും. കാരണം നമ്മൾ വെറുതെ മേടിച്ചിട്ടിട്ട് വെറുതെ നമ്മൾ പോയി ആരും ഓടിക്കാൽ ഇത് പോകും. പിന്നെ ഇനി ഒരു E250 ഉണ്ട്, അത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇനി പോയി വന്നിട്ട് ഒരു LC എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. നടക്കുമെന്നൊന്നും അറിയത്തില്ല.
ആഗ്രഹിക്കല്ലോ. മാത്രമല്ല നമ്മള് വേറെ ഒന്നും കൂടെ നമ്മള് നോക്കുന്നുണ്ട്. സെറ്റൊക്കെ ഞാൻ എടുക്കും. ഗൈസ് നോക്കൂ, ഇതൊക്കെ ആഗ്രഹം മാത്രമാണ്. ഇത് ജീവിതത്തിൽ എടുക്കാന്ന് വിചാരിച്ചല്ലോ കേട്ടോ. ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി പോയതാണ്. ഈ ഫോർച്യൂണർ സിഗ്മ എടുക്കാൻ വേണ്ടി പോയതാ. പക്ഷെ ഞങ്ങൾ എടുത്തോണ്ട് വന്നത് എൻഡവർ. പക്ഷെ ഇതിനെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തായാലും എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിൽ നിൽക്കി സെറ്റിലാകുന്ന സമയത്ത് ഇനി ഒരു വണ്ടീനെ കുറിച്ച് ചിന്തിക്കാം. വലിയ വണ്ടീനെ കുറിച്ച് ഇനി നമ്മൾ ബസ്സൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ തലവേനയായിരിക്കും. എൻഡവർ നല്ല സൂപ്പർ വണ്ടിയാണ്, യാത്ര ചെയ്യാൻ അടിപൊളി വണ്ടി. ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ യാത്ര ചെയ്തില്ല, ഓടിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയല്ലേ? ഇവിടെ മലപ്പുറത്ത് അന്ന് നല്ല ജാമ്പായിരുന്നു കേട്ടോ. ചേട്ടാ പിന്നെ നാളെ കഴിഞ്ഞ് വന്നാൽ മതി അല്ലേ? നാളെ കഴിഞ്ഞ് വരുവാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോയിട്ട് തലശ്ശേരി പോയിട്ട് ഇതിനുള്ള സാധനങ്ങളൊക്കെ എടുത്താലും ഇതിനെ വർക്ക് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഇതിൻ്റെ കുറച്ച് മണങ്ങുണ സാധനങ്ങളൊക്കെ ഊരി കളഞ്ഞ് ഇത് ഇവിടുന്ന് പെയിന്റ് അടിച്ച് പക്ഷേ അത് മൊത്തം പൊടി കയറി മൊത്തം നശിച്ച് സാധനമൊക്കെ ഇനി എല്ലാം ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ലെവലാക്കി ഒന്ന് സെറ്റപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ സാധനം എല്ലാം കൊണ്ടുവന്നിട്ട് കുറച്ച് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ടെസ്റ്റിന് കൊണ്ടുപോകണം ആദ്യം, എന്നിട്ടാണ് ബാക്കി പണി എടുത്താൽ മതി. ടെസ്റ്റാണ് നമുക്ക് മുഖ്യം. ഈ ടയറൊന്നും ഉണ്ടല്ലോ ഒരു തുള്ളി ഓടിയതല്ല കേട്ടോ. ഇതുണ്ടോ മൊത്തം ടയറുകളായി വണ്ടിയിലൊക്കെ കിടക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചോദിച്ചോ. ഈ വണ്ടി മാത്രം നിങ്ങൾ ആരും ചോദിക്കരുത്. അതായത് ചില ആൾക്കാർ ചോദിക്കും ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഈ വണ്ടി കൊണ്ടിട്ടോ എനിക്ക് തന്നോളാൻ പറയും. പക്ഷേ ഈ വണ്ടി ആരും ചോദിക്കണ്ട, തരൂല. ഒറ്റ വാക്കി തന്നെ പറയാം, തരൂല അല്ലേ? അക്കോടും കുറവുകളൊക്കെ കൊടുക്കുകയുള്ളൂ, വേറെ ഒന്നും ഇതൊരിക്കലും കൊടുക്കൂല കേട്ടാ. ഇത് നമ്മളാക്കിയ വണ്ടിയാണ്. നിങ്ങളാക്കി തന്നെ. നിങ്ങൾ വെള്ളം കൊണ്ടല്ലേ രക്ഷപ്പെട്ടെ? ഇയാള് വെള്ളത്തിലാണ് രക്ഷപ്പെട്ടെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളാക്കിയത് ഇതാണ്. ദീപിച്ചാക്കി തന്നെ ഫോണ്, മൊബൈൽ ഫോൺ. ഗൈസ് നോക്കൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഒന്ന് എങ്ങനെ ചെയ്യുന്നു കാണിച്ചു തരുമോ? ജസ്റ്റ് ഒന്ന് എടുത്തോ, സ്റ്റാർട്ട് ചെയ്തിട്ടോ. വണ്ടിയിലെ സാധനങ്ങൾ മൊത്തം എടുക്കണം കേട്ടോ. എന്നിട്ട് അക്കൗണ്ടിലേക്ക് ഇടണം. ഇന്റീരിയർ ക്ലീൻ ചെയ്യണം, എക്സ്റ്റീരിയർ ക്ലീൻ ചെയ്യണം, മൊത്തം എല്ലാം സെറ്റപ്പ് ചെയ്യാണ്ട് കേട്ടോ. പൈസ അമ്മാതിരിണ്ടോ. ഞങ്ങളുടെ വീട്ടിലെ കുഴൽക്കിണറിന്റെ വെള്ളത്തിന് ഇമാതിരി പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചല്ല കേട്ടോ. പക്ഷെ അങ്ങനെ സംഭവിച്ചു. താക്കോലെടുത്ത് വണ്ടി സ്റ്റാർട്ടാകത്തില്ല കേട്ടോ. കൊടുക്കാനോ താക്കോല് കൊടുക്കാതെ ഗീറ് മാറത്തില്ല കേട്ടോ. സ്റ്റാർട്ടാകുമോ ഇല്ലല്ലോ. ഇല്ല, സ്റ്റാർട്ടാകത്തുമില്ല കേട്ടോ. താക്കോല് കൊടുക്കാതെ അങ്ങനെ പ്രശ്നമുണ്ട്. വണ്ടിയിലെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് കയറ്റി എന്നിട്ട് പോകാൻ. സംഭവം അറിയാം, ആമ്പിള്ളേർ വഴി നിൽക്കുമ്പോൾ അങ്ങ് എടുത്തിട്ട് പോകും. കട്ടെടുത്തതല്ല, വണ്ടി എടുത്തിട്ട് പോയത്. ഇത് ഇങ്ങനെയുള്ള വണ്ടികൾക്ക് അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജും അതുപോലെ ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഓടിച്ചാലും നിങ്ങൾക്ക് ഇതുവരെ ഓടിച്ചാലും ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി എൻ്റെ കാല് കൊടുത്ത് ഇങ്ങനെ മൂളി നിൽക്കും. ഇത് 5 സിലിണ്ടർ ആയിട്ട്. അപ്പോൾ LC ഒക്കെ 8 സിലിണ്ടർ തന്നെ ആയിരിക്കും. പക്ഷേ വേറെ കാര്യമുണ്ട്, മൈലേജ് കിട്ടും. V8 അല്ലേ? ഞങ്ങൾക്ക് ഹൈവേയിൽ 15 മൈലേജ് കിട്ടി. ഈ സാധനത്തിന് റഫായിട്ട് ഓടിക്കുകയാണെങ്കിൽ 11 കിട്ടും. എന്നാൽ പവറും ഉണ്ട്. നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം മലയാളം ഫോണിൽ കൊണ്ട് സർവീസ് ചെയ്തു. 21,000 രൂപ, 2 ബ്രേക്ക് പാഡ്, പിന്നെ അതിൻ്റെ കുറേ ചെക്കപ്പ്, പിന്നെ അതേപോലെ തന്നെ വേറെ തന്നെ ആയിരുന്നില്ല, പിന്നെ ഓയിൽ, എൻജിൻ ഓയിൽ എല്ലാം 10,000 ചെയ്തു. വേറെ കാര്യമുണ്ട്, ഈ വണ്ടി നല്ല നീറ്റായിട്ട് സൂക്ഷിച്ച വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും നല്ലത്. നമ്മൾ ആദ്യം പൈസ കൊടുത്തെടുത്തൊരു വണ്ടി അതല്ല നമ്മൾ അത്യാവശ്യം പൈസ കൊടുത്ത് വണ്ടി എടുത്തേ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി 1,23,000 ഓടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ജെനുവൻ കിലോമീറ്റർ ആണ്. പക്ഷേ ഇതിലും ലോ കിലോമീറ്ററൊക്കെ ഡൽഹി കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും തിരിച്ചായിരിക്കും അല്ല, നമുക്ക് കണ്ടറിയാം ഓടി തേഞ്ഞ വണ്ടിയാണെന്നുള്ളത് യാഥാർത്ഥ്യം കേട്ടോ. ഇതും അതേപോലെ തന്നെ കേട്ടോ. ഇതൊക്കെ ഇത് വെറും 70,000 കിലോമീറ്റർ കിട്ടുള്ളൂ ഈ സാധനം. ഈ അക്കോഡ് കറക്റ്റ് 70,000 കിലോമീറ്റർ. ഭാര്യയുടെ വണ്ടിയാണ് ഇത്. അതൊരു MLA യുടെ മോന്റെ വണ്ടി, ഇതൊരു MLA യുടെ ഭാര്യയുടെ വണ്ടി. ഇതെല്ലാം ഞങ്ങൾ പോയി എടുത്ത വണ്ടിയാണ്. വണ്ടി മുഴുവൻ MLA MP. അത് MLA വണ്ടി. അതെ അല്ല, ഇത് MLA. ഇത് അവരൊരു അല്ല, ഇതെന്തോ ഇതുണ്ട് ഇവരുടെ ആയിരുന്നു കേട്ടോ. ഇവരുടെ എന്തോ ഒരു സംഭവം എനിക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞുതരാൻ അറിയത്തില്ല. എന്തോ ഒരു സംഭവം ഇതൊരു മഠമില്ലേ, മഠം, അതായത് ഹിന്ദുസിന്റെ മഠമില്ലേ, പൂജാരിമാരൊക്കെ, അങ്ങനെ അവിടെ ഓടിക്കൊണ്ടിരുന്ന അകത്തുനിന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം അക്കോഡിലേക്ക് മാറ്റുവാണ്. അക്കോഡ് ഞാൻ കൊണ്ടുപോവാം. അപ്പോൾ അക്കോഡ് ഏകദേശമൊക്കെ ഇങ്ങനെ കച്ചവടമായി നിൽക്കുവാണ്. അവനും ഏകദേശം ഈ അടുത്ത ദിവസങ്ങളൊക്കെ പോകും കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇവനെ കൊടുക്കാനുള്ള പരിപാടിയും സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മളെല്ലാം ആഗ്രഹിച്ച് മോഹിച്ചെടുത്താണ് ഉപയോഗിക്കാമെന്നൊക്കെ ഓർത്ത്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചല്ല പാസ്പോർട്ട് കിട്ടുമെന്ന്. നമ്മളെ കേസ് തീരുമെന്ന്. കാരണം സർക്കാരായിട്ടുള്ള കേസാണ്, ഗവൺമെൻറ് കേസാണ്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് തീർന്ന കേട്ടോ. എന്താ വണ്ടിയിലെ എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി എല്ലാം നമ്മൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരു സാധനം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ദീപിച്ചേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായാലും ദീപിച്ചേട്ടൻ നോക്ക്. ദീപിച്ചേട്ടാ ഇപ്പം ബാറിൻ്റെ കളാസ് പോയനെ 1
തന്നെ എല്ലാം നോക്കട്ടെ കേട്ടോ, ഇല്ലേല് പണി വാളും ഗൈസ്. ഇതിൻ്റെ സൺഗ്ലാസിൻ്റെ കവറ്, പിന്നെ മെഡിക്കൽ സാധനങ്ങൾ, എഗ്രിമെൻറ്റ്സ്. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടി അങ്ങനെ കഴുകാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ്. ഈ കഴുകി കഴിഞ്ഞാലേ ബാക്കിയുള്ള സംവിധാനമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് മറ്റൊരു അണ്ണൻ എത്തി. അണ്ണൻ്റെ പേര് പറ. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടും എൻ്റെ കെലിനേറ്റർ AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. പക്ഷെ നമ്മൾ കമ്പനി ആവുന്ന ജീവിതത്തിൽ വിചാരിച്ചല്ല അല്ലേ. എല്ലാവരും കണക്ഷൻ ഇല്ലാണ്ട് ബാത്റൂമിൻ്റെ അതിലൊക്കെ കണക്ഷൻ എടുത്തിട്ടാ AC ഫിറ്റ് ചെയ്യും. അതെ അതെ. ഗൈസ് നോക്കൂ, എന്തായാലും പുള്ളിയുടെ ഓമിനിയാണ് ഈ ഓമിനി. പുള്ളി ഇത് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതായത് മൊത്തം മറ്റേ വീലും സാധനമൊക്കെ കയറ്റി. സീറ്റൊക്കെ നല്ല സീറ്റാണല്ലോ. നമുക്ക് സീറ്റ് വേണം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് സീറ്റ് കിട്ടിയാൽ? എനിക്ക് സലിശ്ശേരി പോയി സീറ്റ് എടുക്കണം. എൻ്റെ എല്ലാ സീറ്റും പോയി, എല്ലാ സീറ്റും കാരണം അടുത്ത ദിവസം ഇതിൻ്റെ പണി തീരുമ്പോൾ എടുക്കാണ്ട് വരാൻ നേരത്തെ എല്ലാം പോയി എടുക്കണം. ഇതിൻ്റെ എല്ലാ സാധനവും എടുക്കണം. എന്നിട്ട് ഇവനെ ടെസ്റ്റിന് കൊണ്ടുവരണം കേട്ടോ. എടാ രണ്ടാമത്തെ ടെസ്റ്റ് അല്ലേ? ആദ്യത്തെ കഴിഞ്ഞു, ഇനിയിപ്പോൾ രണ്ടാമത്തെ നടക്കാണ്ട്. പൈസ കുറവുള്ളൂ കേട്ടോ. എത്രയാ? 2000 അല്ലേ? ഞാൻ 97 3 പൈസ കുറവ് അല്ലേ? ഗൈസ് നോക്കൂ, എന്തായാലും വണ്ടി അവിടെ കഴിയട്ടെ. അത് കഴുകി കഴിഞ്ഞിട്ട് അതിന് പോളിഷ് ചെയ്യും. അപ്പോൾ ആ പോളിഷ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇതെന്തായാലും നമ്മളിപ്പോൾ ഒന്നും എടുക്കലുണ്ടാവില്ല. നമ്മൾ ഇനിയിപ്പം കണ്ടുണ്ടോ, അതൊക്കെ പഞ്ചറായി. ഇത് ഓടാതെ കിടന്ന്, ഇതുണ്ടോ ഓടാതെ കിടന്ന് 1.5 മാസമായില്ല ഇത് ഓടാതെ കിടന്ന് പഞ്ചറായി. ഇത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഇതാണ്ടോ പഞ്ചറായി കിടക്കുന്നത്. ഇതും അതെ ഓടാതെ, ഇതും അതേപോലെ തന്നെ എയറൊക്കെ കുറഞ്ഞു കേട്ടോ. നല്ല സ്ഥലത്തല്ല നമ്മൾ ഇട്ടാക്കിയത്. ഇവിടെ പിന്നെയും പേടിക്കണ്ട, മഴയും വെയിലൊന്നും കൊള്ളത്തില്ല ഇവിടെ ഇട്ടാല്. നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇതാകുമ്പോൾ പാർക്കിങ്ങും കിട്ടും, പിന്നെ മറ്റു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കാം. ഇത് വൃത്തിയാക്കി ലെവലാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇവരുടെ പോളിഷിങ്ങും സംഭവമൊക്കെ നോക്കിയിട്ട് വേണം ഒന്ന് പോകാൻ വേണ്ടി. അതായത് ഈ എൻഡവർ പോലെയുള്ള വണ്ടി നമ്മൾ കറക്റ്റ് സമയത്ത് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ വണ്ടി കുളമായിപ്പോയി. അപ്പം ഇതിനിപ്പം നമുക്ക് എന്ത് സംഭവിച്ചു, അതായത് നമ്മുടെ വീട്ടിലെ കുഴൽക്കിണർ വെള്ളം വീണ് ഇത് മൊത്തം പാട് വീണു. അപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യം എന്താ പറയുക, പാട് വീണുകൊണ്ട് നമ്മളിപ്പം തന്നെ അത് ചെയ്യുവാണ്. പേടന്മാരെല്ലാം കൂടെ വണ്ടീനെ സാരി പിടിപ്പിക്കുക കേട്ടോ. ഇതാണ് കുത്തിക്കഴുപ്പ് അല്ലേ? ഇത് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാം. പ്രകൃതി പോലും സമ്മതിക്കുന്നില്ലല്ലോ. പ്രകൃതി പോലും ഇതിന് അനുകൂലമല്ലല്ലോ. ലിബിനാണ് ഒരു സാരി പോലും ഉടുപ്പിച്ചുള്ള പരിചയം പോലും ഇല്ല. ഈ ചേട്ടാ ചെയ്തേ അങ്ങോട്ട്. ഇതിവർ അൺവീൽ ചെയ്യുക കേട്ടോ. ഇതിൻ്റെ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം. നമ്മുടെ അവിടെ വാഷ് ചെയ്ത് ഇപ്പോൾ ഇറങ്ങും, എന്നിട്ട് നമ്മൾ പോകും. അതായത് നാളെ ചെയ്യാൻ തുടങ്ങുമല്ലോ. അതിന് ഇതിന് പ്രത്യേകം എന്തോ പോളിഷ് ചെയ്ത സാധനം മേടിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്. എൻ്റെ പേരെന്നാ പേര് അതെ കൈസ് നോക്കുക. അപ്പോൾ അത് മേടിച്ചാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ നാളെ കഴിഞ്ഞാവും വണ്ടി കിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് മറ്റന്നാളെങ്ങാനും വരാം കേട്ടോ. ഇന്ന് വരുന്ന തന്നെയാണ് ബാക്കി ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. നമ്മുടെ വണ്ടി അങ്ങനെ കഴുകി പുറത്ത് കൊണ്ടുവന്നു. ഇന്നിനൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഞാൻ അറിയാതെ ഇവിടെ ഒരു സ്ക്രാച്ച് വല്ലതും വന്നല്ലോ. ഒരു സ്ക്രാച്ച് വന്നിവിടെ സെറ്റപ്പ് ചെയ്യണമല്ലോ. പോവാണ് നമുക്ക്. നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് സുഹൃത്തുക്കളെ. പിന്നെ എന്നാ പിന്നെ അടിപ്പാവടം കൂടെ കഴുകാൻ പറയാം അല്ലേ? അല്ലേ? ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ എണ്ണ അടിച്ചു. പമ്പിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നു. ഇച്ചിരി ഒരു കാറ്റ് കുറവുണ്ടായിരുന്നു. നമ്മളങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ അക്കൗണ്ട് എടുത്തിരിക്കുകയാണ്. അക്കൗണ്ട് ഒന്ന് പറപ്പിച്ചേനെ, എന്നിട്ട് ഒരു 2500 ഫൈനും മേടിക്കും. ഓവർ നമ്മള് പിന്നെ കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റിയ സാധനം അല്ല കേട്ടോ. കാരണം വെച്ചാലും ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ പവർ 2600 cc ആണ് ഈ അക്കോർഡ് എന്നാണ് എന്റെ വിശ്വാസം. ഇത് ഓടിക്കുന്ന കപ്പൽ ഓടിക്കുന്ന പോലെയാണ്. കപ്പൽ ഓടിക്കുന്ന പോലെയാണ് ഈ സാധനം ഓടിക്കുന്നത്. കപ്പലിൽ ഓടിച്ചിട്ടുണ്ടോ? കപ്പലിൽ ഓടിച്ചിട്ടുണ്ട്. എവിടെ? നീ തോണിയല്ലോ. നിങ്ങൾക്ക് തെളിയിക്കാൻ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. ഞാൻ ഓടിച്ചിട്ടുണ്ട്. അന്ന് ഗൈസ് നോക്കൂ, ഈ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു ചേട്ടന്റെ പിന്നാമ്പുറം ഉണ്ടോ നോക്കണേ. എന്റെ പൊന്നെ, ഈ സാധനം ഓടിച്ചു കഴിഞ്ഞു ഇതിനോടുള്ളൊരു മമത ചേട്ടാ. പക്ഷെ എന്റെ പറഞ്ഞ സഡൻ പിക്കപ്പാ. ഇതിന്റെ വേറെ രീതിയിലുള്ള പിക്ക് ഇതുണ്ട്. ഇതിപ്പോ കാല് കൊടുത്താൽ ഇങ്ങനെ മൂളി അങ്ങ് കയറും. പക്ഷെ അതേപോലെ എണ്ണയും കുടിക്കും. നമ്മൾ അത്യാവശ്യം മൈലേജ് പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 10-12 ഒക്കെ പെട്രോളിൽ കിട്ടും. അതൊക്കെ എന്തായാലും 10-12. അത് നമുക്ക് 13-14 അന്ന് പിന്നെ ഡൽഹിയിൽ നിന്ന് പോയപ്പം കിട്ടിയായിരുന്നു. ഞങ്ങള് കൂത്തുപറമ്പൊക്കെ കഴിഞ്ഞ് മട്ടന്നൂർ ലക്ഷ്യമാക്കി പോവാണ്. അപ്രോക്സിമേറ്റ് വീട്ടിലെത്തണം ഇനി ഒരു 3/4 മണിക്കൂർ എടുക്കും കേട്ടോ. അതെ, എന്നിട്ട് വേണം നമുക്ക് അവിടെ മട്ടന്നൂർ മൈക്കിളുണ്ട്. അപ്പോൾ മൈക്കിളിനെ കൊണ്ട് അപ്പനില്ല അമ്മയും അഭിരാമിയും വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടീനെയും കൂട്ടിയിട്ട് വേണം നമുക്ക് നേരെ പോകാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ തീർക്കാനുണ്ട്. അതൊക്കെ തീർക്കണം. ആ സംഭവമൊക്കെ ഞാൻ നിങ്ങളോട് വീട്ടിലെത്തിയിട്ട് പറയാം. എന്നിട്ട് വേണം നമുക്ക് ഇനി ബാക്കി യാത്രക്കുള്ള സംവിധാനം കാര്യം ചെയ്യാൻ വേണ്ടി. മമ്മിയും അഭിരാമിയും മൈക്കിളും
മട്ടന്നൂരിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നു. അതായത് മൈക്കിൾ കുട്ടിക്ക് സ്പീച്ചിങ് തെറാപ്പി, അതെ PC അല്ലടാ, സ്പീച്ചിങ് തെറാപ്പി. ഗൈസ് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നേരെ പോവാണ്. അപ്പോൾ ഇത് നേരെ പോയി അപ്പേനെ കൂട്ടി റാംബോനെ കൂട്ടി നേരെ വീട്ടിലേക്ക് വരും. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇച്ചിരി സന്ധ്യയായി, നല്ല മഴക്കാറും ഇടിവാളും. എൻ്റെ അപ്പനൊന്ന് നന്നായിട്ട് റീൽസ് അഭിനയിച്ച് ഇതേ കിടക്കുന്നു. കുഞ്ഞേട്ടൻ സൂപ്പർ കിടന്നു പോയി. റോബോട്ട് വന്നിട്ട് പോകുന്നു. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. എന്തായാലും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മഴ പെയ്യട്ടെ. അപ്പോൾ 2 ചെറുക്കന്മാർ ഇവിടെ കിടപ്പുണ്ട്. പപ്പ മഴ പെയ്തു, മഴ പെയ്തു കൈസ്, മഴ തൂളുന്നുണ്ട് കേട്ടോ. കിടിലം മഴ, നല്ല ഉഗ്രൻ മഴ എന്ന് വെച്ചാൽ നല്ല കിടിലം മഴ. കറണ്ടെല്ലാം പോയിട്ട് ഇൻവേർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത് മൊത്തം. എത്ര ദിവസം കൂടി എന്നറിയാം അങ്ങനെ മഴ പെയ്യുന്നത്. കൈസ് നല്ല കിടിലം മഴ. എന്തായാലും അടുത്ത ദിവസം കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.